അമ്മയുടെ മടിയിൽ ഇരുന്നേ പറ്റുള്ളൂ. അത്രയും 16 കർമ്മങ്ങളിൽ അന്ത്യേഷ്ടി ശവസംസ്കാരം ഒഴികെ ബാക്കി 15 കർമ്മവും അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു മകനും മകൾക്കും. അതുകൊണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ സ്ത്രീ സങ്കല്പം, നമ്മളുടെ ഈശ്വര സങ്കല്പങ്ങളിൽ സ്ത്രീ, നമ്മുടെ ആചാരങ്ങളിൽ നിങ്ങൾ ഏത് ആചാരം വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. ഞാനത് മുഴുവനും പറയുന്നില്ല. കാരണം ചില വിദ്യാർത്ഥികളുടെ മുഖത്ത് പോകാറായി എന്നൊരു മുഖഭാവമുണ്ട്. കാരണം ക്ലാസ് ഒരു ഭാരമാവരുത്, ക്ലാസ് ജീവിതത്തിൻ്റെ ഭാഗമാവാനേ പാടുള്ളൂ. ഭാരമായെങ്കിൽ പിന്നെ ഒരടി എൻ്റെ ക്ലാസ് മുമ്പോട്ട് പോവില്ല. കേൾക്കുന്നവന് ഭാരമായാൽ ഒരടി പോവില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ആചാരങ്ങളിൽ വീട്ടിനകത്ത് നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുന്നു, ആയേച്ച വ്യയേച്ച ഏകഭാവേന സന്ധാരയേ. വീട്ടിനകത്ത് അമ്മയുടെ പ്രാധാന്യം അതിന് തുല്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ മാതാപിതാക്കളുടെ അനുഗ്രഹം എന്നല്ലേ പറയുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരുടെ പേര് ആദ്യം വരുന്നത്? മാതാവിൻ്റെ. പിതാമാതാ അനുഗ്രഹം എന്നല്ല പറയാം. ഈ ശിവനെക്കുറിച്ച് ഒരു മന്ത്രം ചൊല്ലാറുണ്ട്, ത്വമേവ. കേട്ടിട്ടുണ്ടത്? ത്വമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാച ദ്രവിണം ത്വമേവ. ആരോടാ പറയണമെന്നറിയാമോ? ശിവനോടാ. ശിവൻ പുല്ലിംഗാണ്, പുരുഷനാണ്. ആ പുരുഷനായ ശിവൻ തന്നെയാണ് മാതാവ്. ത്വമേവ മാതാ, അമ്മയുടെ സ്ഥാനം. നമ്മൾ വേദമന്ത്രത്തിലേക്ക് പോയാൽ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, രാഷ്ട്രദേവോ ഭവ. ആദ്യം വരുന്നത് മാതൃദേവോ ഭവ, അമ്മയാണ് ആദ്യം വരുന്നത്. ഏതിലും അമ്മയാണ് വരിക. ഒരു ചെറിയ കഥ പുരാണത്തിൽ പറയുന്നുണ്ട്, ദീർഘിപ്പിച്ച് പറയണില്ല. അതെന്താ? ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരന്മാരും ഈ ബ്രഹ്മാണ്ടം വിട്ട് അവരങ്ങ് പോയി. അത്രേ കുറേ പോയി, വർഷങ്ങളും യുഗങ്ങളും കിടന്ന് കുറേ പോയി കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ച് ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് വരാൻ, ഈ ഗാലക്സിയിലേക്ക് വരാൻ വഴി അറിഞ്ഞൂടാ. അപ്പം അവർ പ്രാർത്ഥിച്ചു അവരുടെ അമ്മയെ. അപ്പം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് അമ്മ ആരാ? ഇല്ല. ഇവിടെ ആലപ്പുഴയിൽ നിന്ന് എന്തായാലും ഇല്ല. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സൃഷ്ടിച്ചത് മഹാമായ. എന്താ പേര്? അവൻ. ആ അമ്മ മഹാമായ വന്ന് ഇവരെ 3 പേരെയും വിളിച്ചു പറഞ്ഞു അത്രേ, നിങ്ങളെ ഞാൻ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ത്രിമൂർത്തികളെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ഉത്തരവാദിത്വമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആ ബ്രഹ്മാണ്ടം വിട്ട് പുറത്തേക്ക് പോകരുതെന്ന് അമ്മ പറഞ്ഞതല്ലേ നിങ്ങളോട്? നിങ്ങൾ എന്തിനത് വിട്ടുപോയി? ഇപ്പോൾ വിട്ടിട്ട് കുറേ കാലമായി, നിങ്ങൾക്കിനി തിരിച്ചു പോകാനും സാധിക്കില്ല. എന്താ കാരണം? നിങ്ങൾ എവിടെ നിന്നാണോ ആരംഭിച്ചത് അവിടെ നിന്ന് ഇവിടം വരെ എത്തിയ കാലയളവിൽ ആ പ്രദേശത്ത് അനവധി മന്വന്തരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അനവധി മഹായുഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാനവും പോയി, നിങ്ങളുടെ കസേരയും പോയി. നിങ്ങൾക്ക് അവിടെ തിരിച്ചു പോയാൽ നിങ്ങളെ ആരും സ്വീകരിക്കില്ല. വേറെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അവിടുത്തെ ചാർജ് എടുത്തു കഴിഞ്ഞു. ഇതൊരു ഭയങ്കര സയൻസായിരുന്നു. ഞാൻ വെറുതെ സയൻസാന്ന് പറയല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ യൂണിവേഴ്സിൽ നിന്ന് മാറിയാൽ ടൈം പോകുന്നത് പ്രൊപ്പോർഷനേറ്റ് അല്ല. യൂണിവേഴ്സിൽ നിന്ന് മാറിയാൽ ടൈം ഈസ് നോട്ട് മൂവിങ് പ്രൊപ്പോർഷണലി ആസ് വി ആർ സീയിങ് ഇൻ അവർ വാച്ച്. അപ്പോൾ അവരവിടം വരെ എത്തിയപ്പോൾ ഇവിടെ മഹായുഗങ്ങളും മന്വന്തരങ്ങളും തീർന്നത് അവരറിഞ്ഞിട്ടില്ല. ഇതാണ് അതിൻ്റെ സയൻസ്. അപ്പോൾ വെൻ യു ഗോ ബിയോണ്ട് എ ലെവൽ, ടൈം ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് പ്രൊപ്പോർഷനേറ്റ്ലി, ഇറ്റ് ഈസ് ചേഞ്ചിങ് ഇൻ എ ഡിഫറെൻറ്റ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറിയാണ്, ഭയങ്കര തിയറിയാണ്. അടുത്ത കാലത്ത് അത് പ്രൂവ് ചെയ്തത് പോലും, ആ പ്രൂവ് ചെയ്തത് തെറ്റാണെന്ന് ഒരു ചെറിയ പയ്യൻ സുദർശൻ എന്ന് പറയുന്ന ഒരു ആന്ധ്രാക്കാരൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും നല്ല രീതിയിൽ നടക്കുന്നു. ഞാൻ പറയാൻ വന്ന കാര്യം, ത്രിമൂർത്തികൾക്ക് പോലും അതിൻ്റെ മുകളിൽ മഹാമായ സങ്കല്പം സ്ത്രീ സങ്കല്പമാണ്. അപ്പോൾ ഈശ്വര ചൈതന്യം, ആചാരങ്ങൾ, ഗ്രന്ഥങ്ങൾ ഏതെടുത്താലും, കുന്തി മാതാവിൻ്റെ കാര്യം, കുന്തിയുടെ ഒരു കാര്യവും കൂടി പറഞ്ഞേക്കാം. ശ്രീകൃഷ്ണൻ കുന്തിയുടെ അടുത്ത് വന്ന് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. കുന്തി മാതാവ്
ഇത്രയും ദുഃഖം സഹിച്ചല്ലോ, എന്ത് വരമാണ് വേണ്ടത്? അമ്മ പറഞ്ഞ എന്തറിയോ? ഒറ്റ വരി, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വരി. കുന്തി മാതാവ് അമ്മയോട് പറഞ്ഞത്, കൃഷ്ണ, ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ വേണം എന്ന വരം തരിക. എന്ത് വരമാണ്? ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ വേണം, ആ വരം തന്നാൽ. ഉടനെ കൃഷ്ണൻ ചോദിച്ചു, എന്താ അങ്ങനെ ഒരു വരം? പലരും ചോദിക്കുന്നത് പ്രശ്നം പരിഹരിക്കണം, സമ്പത്ത് വേണം, വീട് വേണം, ലോട്ടറി അടിക്കണം എന്നൊക്കെയാണ്. ഇത് പ്രശ്നം വേണമെന്ന് ആദ്യത്തെ. എന്നും പ്രശ്നമുണ്ടെങ്കിലേ കൃഷ്ണ നിന്നെ എന്നും ഓർക്കുള്ളൂ. ഈശ്വരനെ ഓർക്കാനും പ്രപഞ്ച ചൈതന്യത്തെ ഓർക്കാനും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനും നിരന്തരം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണം. ലോകത്തിൽ ഒരു സ്ത്രീ മാത്രമേ ഈശ്വരനോട് പ്രശ്നങ്ങൾ വേണമെന്ന് വരം ചോദിച്ചിട്ടുള്ളൂ. അതും ഒരു സ്ത്രീയാണ്, പുരുഷനല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അതിന് പ്രധാന കാരണം നിങ്ങൾക്ക് എത്ര സമയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് സമയമുണ്ടെന്ന് പറയാൻ കാരണം എൻ്റെ അടുത്ത പ്രഭാഷണം ഇവിടെ ഈ മുത്താരമ്മൻ കോവിലിൽ തോണ്ടൻകുളങ്ങര വൈകുന്നേരം 6:30 മണിക്കാണ്. അപ്പോൾ 6:30 മണി വരെ എനിക്ക് സമയമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സമയം ഇല്ല എങ്കിൽ ഈ കൃത്യസമയത്തിലാണെന്ന് ഞാൻ ചോദിക്കാനും വിട്ടുപോയി. ഏതായാലും 3:30 മണിക്ക് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് എൻ്റെ മുമ്പിലുള്ള എല്ലാ വിഭാഗക്കാരോടും പറയാനുള്ളത്, ഭാരതമാതാവ് എന്നൊരു സങ്കല്പം, ഭൂമി ദേവി എന്നൊരു സങ്കല്പം, ഗംഗാ മാതാവ് എന്നൊരു സങ്കല്പം, പ്രകൃതി ദേവി എന്നൊരു സങ്കല്പം, ഇത് മുഴുവനും ഭാരതത്തിൽ നിന്ന് ഉത്ഭവം ചെയ്തതാണ്. ലോക ജനതയ്ക്ക് ഇന്ന് ഞാൻ അടുത്ത കാലത്ത് അമേരിക്കയിൽ പോവേണ്ടേ, വാഷിങ്ടണിൽ. കഴിഞ്ഞ മാസം വാഷിങ്ടണിൽ പോയപ്പോൾ അവിടുത്തെ ബസ്സിലെല്ലാം എഴുതി വച്ചിരിക്കുന്നു, പ്രൊട്ടക്റ്റ് മദർ എർത്ത്, പ്രൊട്ടക്റ്റ് മദർ നേച്ചർ. ബൈബിളിൽ മദർ നേച്ചർ എന്നൊരു സങ്കല്പം ഇല്ല, മദർ എർത്ത് എന്നുള്ള സങ്കല്പം ഇല്ല. എർത്ത് എന്നുള്ള സങ്കല്പമുണ്ട്, നേച്ചർ എന്ന സങ്കല്പമുണ്ട്. മദർ എന്ന സങ്കല്പം ഭാരതത്തിൽ നിന്ന് അവരെടുത്തതാ. ലോക ജനത മുഴുവനും ഭാരതത്തിൻ്റെ നന്മകൾ സ്വീകരിക്കാനായി 2 കൈയും നീട്ടി മുമ്പോട്ട് വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഭാരതത്തിൻ്റെ നന്മകൾ, ജോസഫ് പുലിക്കുന്നേലെന്ന് കേട്ടിട്ടുണ്ടോ? ബൈബിള് കേരളത്തിൽ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത മനുഷ്യനാണ്. നല്ല ഉജ്ജ്വലമായിട്ടുള്ള ബൈബിൾ ട്രാൻസ്ലേഷൻ, പദാനുപദം ട്രാൻസ്ലേറ്റ് ചെയ്ത മനുഷ്യൻ. അദ്ദേഹം പറയുകയുണ്ടായി, ഐ ആം എ ഹിന്ദു ബട്ട് മൈ ഇഷ്ടദേവത ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഐ ആം എ ഹിന്ദു, മൈ ഇഷ്ടദേവത ഈസ് ജീസസ് ക്രൈസ്റ്റ്. അർത്ഥം മനസ്സിലായോ? ഞാൻ ആരാധിക്കുന്നത് യേശുദേവനെയാണ്, പക്ഷേ എൻ്റെ രക്തവും എൻ്റെ ശരീരവും എൻ്റെ രാഷ്ട്രവും ഹിന്ദുസ്ഥാനത്തിലെ ഭാരതീയൻ്റെതാണ്. അങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ചിന്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചൂടെ? ഈ രാഷ്ട്രത്തിൻ്റെ മക്കളല്ലേ നിങ്ങൾ? ഈ രാഷ്ട്രത്തിൻ്റെ മക്കൾ. നിങ്ങൾ എന്ത് കുറ്റം ചെയ്താലും സൗദി അറേബ്യയിൽ നിന്ന് ആരും വന്ന് നിങ്ങളെ സംരക്ഷിക്കില്ല. നിങ്ങൾ എന്ത് കുറ്റം ചെയ്താലും ഇസ്രായേലിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വന്ന് ആരും നിങ്ങളെ സംരക്ഷിക്കില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻ്റെ പേര് റോസാമ്മ എന്നാണ്, കന്യാമറിയം എന്നാണ്, അതുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് യെരുശലേമിലേക്ക് എഴുതിയാൽ അവർ പോയി പണിയിട്ട് നോക്കാൻ പറയും. എൻ്റെ പേര് റസീന എന്നാണ് എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിലേക്ക് എഴുതി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറേ പേരെ കൂടി പുറത്താക്കാൻ ഞങ്ങൾ കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവർ. അപ്പം നിങ്ങൾക്ക് എന്നും താങ്ങും തണലും ഭാരതം മാത്രം. ആ ഭാരതം നമ്മുടെ മാതാവ് എന്ന സങ്കല്പത്തിൽ ഭാരതീയമായ സമസ്തന് എനിക്ക് അടുത്ത കാലത്ത് വളരെ വേദന തോന്നിയൊരു വരി ഡൽഹിയിലെ ഇമാം പറഞ്ഞൊരു വരിയാണ്. അന്നാ ഹസാരയുടെ നിരാഹാര സത്യാഗ്രഹത്തിൽ ഒരു മുസ്ലിമും പങ്കെടുക്കരുത്, കാരണം അവർ ഭൂമിയെ മാതാവായിട്ട് ആരാധിക്കുന്നവരാണ്. അപ്പോൾ അണ്ണാ ഹസാര എന്തിനു നിലകൊള്ളുന്നതല്ല, ഭൂമിയെ മാതാവായിട്ട് ആരാധിക്കുന്നു എന്ന കാരണത്താൽ അണ്ണാ ഹസാരയുടെ നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുക്കരുതെന്ന് ഡൽഹി ഇമാം ബുഖാരി പറഞ്ഞപ്പോൾ എനിക്ക് വേദന തോന്നി. അതേപോലെ എനിക്ക് വേദന തോന്നി ഒരു ബിഷപ്പോ ഒരു മെത്രാനോ ഇതിന് സമ്പൂർണമായ സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് എത്തിയില്ല. കള്ളന്മാരായ സ്വാമിമാർ 1-2 പേര് കൂടെ ഉണ്ടായിരുന്നു, അത് നെഗറ്റീവ്. പക്ഷേ ഒരു ബിഷപ്പും ഒരു മെത്രാനും ഒരു മൗലവിയും ഒരു ബുഖാരിയും വന്ന് ഈ അഴിമതിക്കെതിരെയുള്ള സമരത്തിന് സപ്പോർട്ട് കൊടുത്തില്ല. എങ്കിലും ഒരു ദിവസം റംസാൻ്റെ വ്രതം വീട്ടുന്ന ദിവസം ഒരു മുസ്ലിം കുട്ടി വന്ന് ഈ അണ്ണാ ഹസാരയുടെ അടുത്ത് നിന്ന് നാരങ്ങ നീര് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഫോട്ടോ മാതൃഭൂമി കണ്ടപ്പോൾ
വലിയ സന്തോഷം തോന്നി. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ഈ രാഷ്ട്രത്തിൻ്റെ മക്കളാണ്. ഈ രാഷ്ട്രത്തിൻ്റെ നന്മകൾ നിങ്ങളുടേതാണ്, ഈ രാഷ്ട്രത്തിൻ്റെ തിന്മകളും നിങ്ങളുടേതാണ്. നന്മയും തിന്മയും രണ്ടും നിങ്ങളുടേതാണ്. തിന്മ ഇല്ലാതെയാക്കലും നന്മ പഠിച്ച് പ്രചരിപ്പിക്കലും നമ്മളുടെ എല്ലാവരുടെയും ദൗത്യമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വരി കൂടി അവസാനം. ഞാൻ അമർനാഥിലേക്ക് പോയപ്പോൾ അവിടെ 20,000 മുസ്ലിങ്ങളാണ് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ അമർനാഥിലേക്ക് തൊഴാൻ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അന്ന് ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ മാസം ജൂലൈ 14-ാം തീയതിയാണ് ഞാൻ അമർനാഥിൽ പോയത്. ഇത് സെപ്റ്റംബറായി. ജൂലൈ 14-ാം തീയതി അമർനാഥിൽ ചെന്നപ്പോൾ പഹൽഗാവിൽ നിന്ന് വരുന്ന 20,000-ഓളം മുസ്ലിങ്ങളുടെ കുതിര, പല്ലക്ക്, അവരുടെ കൈത്തണ്ടയിൽ സഹായത്തിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അമർനാഥിൽ തൊഴുമ്പോൾ ഓർമ്മിക്കാനുള്ളത്, അവിടുത്തെ മുസ്ലിങ്ങളില്ലെങ്കിൽ ഹിന്ദുക്കൾ അമർനാഥിൽ പോയി തൊഴില്ല. 14,000 അടി കുത്തനെ കയറണം. 2.5 മീറ്റർ കനത്തിൽ ഐസാണ്. സ്നോ വീണുകൊണ്ടിരിക്കുന്നു. ചുവട്ടിൽ സിന്ധു നദി ഐസായിട്ട് ഉറച്ചിരിക്കുന്നു. കാലൊന്ന് തെറ്റിയാൽ 6,000 അടി താഴെ. ഇത്രയും ചെറിയ വീതിയിലാണ് പോകുന്നത്. ഇതിലൂടെ കുതിരയും പോവും, പല്ലക്കും പോവും, ആൾക്കാരും പോവും. അവിടെ നിന്ന് ഇങ്ങോട്ടും ആൾക്കാർ വരും. കാലൊന്ന് തെറ്റിയാൽ പക്ഷേ ഒരു മരണവും സംഭവിക്കാതെ രക്ഷിക്കുന്നത്, അക്ഷരാർത്ഥത്തിൽ പറയുന്നു, പഹൽഗാവിൽ നിന്ന് വന്ന മുസ്ലിങ്ങളുടെ ശരീരശക്തി കൊണ്ട് ഹിന്ദുക്കൾ പോകുന്നു. ഇതൊന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നമ്മുടെ TV-യിൽ കാണിച്ചിരുന്നെങ്കിൽ ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാവില്ല. അത് കാണിക്കാൻ ആരുമില്ല. കുറേ രാഷ്ട്രീയക്കാർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ അടിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നു. കോലഞ്ചേരി പള്ളി മാതിരി എല്ലാവരും അടിക്കുന്നത് കണ്ട് ദൂരെ മാറിന്ന് കൈകൊട്ടിച്ചിരിക്കുക. ഒരേ യേശു ക്രിസ്തുവിൻ്റെ ഭക്തന്മാർ കോലഞ്ചേരി പള്ളിയിലേക്ക് വേണ്ടി യാക്കോബ സഭയും അതേപോലെ ഓർത്തഡോക്സും തമ്മിൽ അടിക്കുമ്പോൾ ഉമ്മൻചാണ്ടി 15 ദിവസം വേണമെന്ന് പറഞ്ഞിരിക്കുക. ഈ ലഹള തീർക്കാൻ എന്തിനാ 15 ദിവസം? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവിടെ നടക്കുന്നേ. ഒരേ കർത്താവിൻ്റെ, ഒരേ കുരിശിൻ്റെ, ഒരേ പുസ്തകത്തിൻ്റെ ആരാധകർ തമ്മിൽ ഒരുമിച്ചിരുത്താൻ ഇവർക്ക് സാധിച്ചൂടെ? അവർക്കും ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. കുറേ പോട്ടെ, തമ്മിൽ തല്ലി തീരട്ടെ, നമുക്കതിൻ്റെ ഇടയ്ക്ക് നിന്ന് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എൻ്റെ മുമ്പിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഈ രാഷ്ട്രത്തിൻ്റെ മക്കളായി എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ക്ലാസ് എടുക്കാൻ ക്ഷണിച്ച IT കേരളയിലെ ഉടമസ്ഥനോടും പ്രിൻസിപ്പാളോടും വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ഇത് സംഘടിപ്പിച്ച ഗോപാലകൃഷ്ണൻ ജിയോടും അതേപോലെ എൻ്റെ കൂട്ടത്തിൽ ഇന്നും പ്രവർത്തിക്കുന്ന അയ്യപ്പൻകുട്ടിയോടും സഹപ്രവർത്തകരോടും എല്ലാം ഗോപാലകൃഷ്ണൻ്റെ പ്രാർത്ഥന, ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. പ്രണാമം. നമസ്കാരം.